ഗൈസ്, ഗീത ഗോവിന്ദത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഗീതു ഗോവിന്ദനോട് പറയാം, നിങ്ങളെ നിങ്ങളെ ഞാൻ മുറി കൊണ്ടിട്ട് തല കൂടെ വെള്ളം കോരി ഒഴിക്കുന്നുണ്ട്, നിങ്ങളുടെ കെട്ടിറങ്ങണ്ടേന്ന് പറയുമ്പോൾ ഗോവിന്ദ മനസ്സിൽ പറയാം, എനിക്കൊരു കുഴപ്പമില്ല, പക്ഷേ ഞാൻ ഇങ്ങനെ തന്നെ ബോധമില്ലാതെ പോയി നിൻ്റെ കൂടെ ആ മുറി കെട്ടിമുറിഞ്ഞ് വീണിട്ട് വേണം എനിക്ക് നിന്നോടുള്ള ഇഷ്ടം പറയാമെന്ന് പറയുകയാണ്. ആ സമയത്താണ് രഞ്ജുവും രേഖയും കൂടെ വന്നിട്ട് പറയുന്നത്, ഇതിപ്പോൾ നിന്നോട് പറയാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഗോവിന്ദേട്ടൻ ഇങ്ങനെ തന്നെ പോകും തോന്നിയോണ്ടാണ് ഞങ്ങൾ വിളിച്ച് പറഞ്ഞതെന്ന് പറയുവാണ്. അപ്പം ഗോവിന്ദൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഓ നിങ്ങളാണല്ലേ എന്നെ ചതിച്ചതെന്ന്. ആ സമയത്താണ് രാധികാമ്മ പ്രിയമോളെയും കൊണ്ട് വരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, നോക്ക്, നിൻ്റെ കല്യാണത്തിന് മുമ്പ് നിൻ്റെ ചേട്ടനെ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? ഇവിടേക്ക് നിൻ്റെ ഗീതു ചേച്ചിയും രഞ്ജുവും കൂടെ ഒക്കെ വന്നതിൻ്റെയാണ് കാണുന്നത്, അവനെല്ലാം മാനസമ്മർദ്ദം കൂടെ താങ്ങാൻ പറ്റുന്നില്ലായിരിക്കും എന്നൊക്കെ പറയുവാണ്. എന്നിട്ട് പ്രിയ അങ്ങ് വരുന്ന കാണുമ്പോഴേക്കും ഗോവിന്ദ് ഇങ്ങനെ മര്യാദയ്ക്ക് നേരെ നിൽക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ആ സമയത്ത് രാധികാമ്മ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, നീ ബുദ്ധിമുട്ടി കാലം ഉറപ്പിച്ച് നിൽക്കണ്ട, ഞാൻ കണ്ടോണ്ടാണ് വന്നേ, കുടിച്ച് ബോധമില്ലാണ്ട് കയറി വന്നേക്കുന്നു, ഓരോരുത്തർ വന്നതിൻ്റെ അന്ന് പറയുമ്പോഴത്തേക്കും പ്രിയ പറയുവാണ്, എന്തായാലും ഗീതു ചേച്ചി വന്നതിൻ്റെ അല്ല, ഗീതു ചേച്ചി വന്നു കഴിഞ്ഞപ്പോൾ തൊട്ടാണ് ഗോവിന്ദേൻ്റെ മൂക്കയറിട്ട് നിർത്താൻ തുടങ്ങിയത്. ആര് വന്നപ്പോൾ തൊട്ടാണ് ഈ മാറ്റുന്ന എനിക്ക് നന്നായിട്ടറിയാം. ഇവളീ രഞ്ജു, ഇവൾ വന്നപ്പോഴാണ് ഏട്ടനെയും മാറ്റം, ഏട്ടനൊരു മനസ്സമാധാനം ഇല്ലാതായതും ഇവൾ വന്നപ്പോഴാന്ന് പറയണം കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന രഞ്ജുവിന് ഭയങ്കര വിഷമമാണ്, പക്ഷെ ഒന്നും മിണ്ടുന്നില്ല. അവസാനം ദേഷ്യം വന്നിട്ട് പ്രിയ പറയുന്നുണ്ട്, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി തരാൻ ഇനി വല്ലതും പറയണമെന്ന് പറയുമ്പോഴും രഞ്ജു ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഇതൊക്കെ കേട്ട് രാധികാമ്മ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുവാണ്. ആ സമയത്ത് ഒന്നും മിണ്ടാനാവാതെ ഗോവിന്ദൻ നിൽക്കുക. പെട്ടെന്ന് ബോധം വന്ന പോലെ പ്രതികരിക്കാനും പറ്റത്തില്ലല്ലോ. ആ സമയത്ത് ഗീതു വിഷയം മാറ്റി വിടാൻ വേണ്ടി പറയും, ഇതിനെ എങ്ങനെയും ഒന്ന് മുകളിൽ എത്തിക്കട്ടെ എന്ന് പറയുമ്പോൾ രേഖ പറയും, ആ കരാറ് ഞാൻ ഏറ്റെടുക്കാമെന്ന് പറയുമ്പോൾ ഗോവിന്ദ് ചോദിക്കും, നീ എന്നെ എത്തിക്കുമോ മുകളിൽ? ഇവളാണ് എൻ്റെ പ്ലാനെല്ലാം പൊളിക്കാൻ പോവുകയാണോ എന്നിങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് വരുണിനെ വിളിച്ചു വരുത്തും കേട്ടോ. എന്നിട്ട് രേഖ ഇപ്പോൾ എന്ത് പറഞ്ഞാലും വരുൺ കേൾക്കുമല്ലോ. രേഖ പറഞ്ഞ പാടെ വരുൺ ഗോവിന്ദനെ പൊക്കിയൊക്കെ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി തുടങ്ങുവാണ് മുകളിലോട്ട്. ഗോവിന്ദ് പറയുകയാണ്, എന്നെ വിടടാ, ഞാൻ ഇറങ്ങി പൊക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. കയറി പോകുമ്പോൾ ഗോവിന്ദ് മനസ്സിൽ വരുണിനോട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഉപകാരവും ചെയ്യാത്തവനാണ്, മനുഷ്യൻ്റെ പ്ലാനെല്ലാം പൊളിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുന്നു എന്ന് പറയാം. അങ്ങനെ ഗോവിന്ദന് ഒരു കണക്കിന് വരും കൊണ്ട് മുറിയിലാക്കുവാണ് കേട്ടോ. മുറിയിലാക്കി കഴിയുമ്പോഴേക്കും ഗോവിന്ദ് പറയുന്നുണ്ട്, എല്ലാവരും പൊക്കോ എന്ന് പറയുമ്പോഴേക്കും ഗീതു പറയാം, എല്ലാവരും പൊക്കോ, ഇങ്ങനെ തലയിൽ കൂടെ കുറച്ച് വെള്ളം കോരി ഒഴിക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും രഞ്ജുവും രേഖയും പറയുന്നുണ്ട്, കുളിസീൻ കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഞങ്ങൾ നിൽക്കുന്നില്ല, അത് നിങ്ങൾ തമ്മിലുള്ളതല്ലേ, നടക്കട്ടെ എന്ന് പറയുവാണ്. ആ സമയത്ത് രേഖ പറയുന്നുണ്ട്, നേരെ ചെല്ല ബാലഗോപാലിനെ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുക എന്തായാലും എന്ന് പറയാം. എന്നിട്ട് അവർ ഗീതുവിന് ഗുഡ് നൈറ്റ് പറയുവാണ് കേട്ടോ. അപ്പോൾ ഗീതു പറയുകയാണ്, എന്ത് ഗുഡ് നൈറ്റ്, കല്യാണത്തിന് മുമ്പായിരുന്നു എനിക്ക് ഗുഡ് നൈറ്റ്, ഇങ്ങനത്തെ ഒരുത്തനെ കുടിവണ്ടി കിട്ടിക്കഴിഞ്ഞപ്പം എനിക്കെന്ത് ഗുഡ് നൈറ്റ് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അതേപോലെ വീണ്ടും ഗീതു ഗോവിന്ദനെ വലിച്ച് പൊക്കുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, ഇന്ന് ഞാൻ എൻ്റെ ഇഷ്ടം നിന്നോട് പറയും, നീ ആ വെള്ളത്തുള്ളികളുടെ അടിയിൽ നിൽക്കുമ്പോൾ ഷവറിൽ നിൽക്കുമ്പോൾ ഞാൻ പറയുന്നതായിരിക്കും എന്ന് പറയണം. അത് കഴിഞ്ഞ് ഗീതു ഒരു കണക്കിന് വലിച്ച് ഗോവിന്ദനെ ഷവറിൻ്റെ അവിടെ കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ബാക്കി എല്ലാവരും മുറിയിൽ നിന്ന് പോകുന്നുണ്ട്. ഇത് വലിച്ചുകൊണ്ട് നിർത്തിയിട്ട് പറയാം, ഇവിടെ നിൽക്കുക, നിങ്ങളുടെ തലയിൽ കൂടെ വെള്ളം കോരി ഒഴിച്ചിട്ട് മാറിയില്ലെങ്കിൽ ഇവിടെയുള്ള പച്ചമോര് മുഴുവൻ ഞാൻ കുടിപ്പിക്കും എന്ന് പറയാം. ആ സമയത്ത് വരുൺ രേഖേനെ വെയിറ്റ് ചെയ്ത് പുറത്ത് നിൽപ്പുണ്ട് കേട്ടോ. വരുൺ പറയാണ്, ഇപ്പം നിനക്ക് എന്നോടുള്ള വിശ്വാസമായില്ല ഇത്രയും നാളായിട്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് നൈസായിട്ട്. അപ്പോൾ രേഖ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ചിരിക്കുന്ന കാണുമ്പോൾ വരുൺ പറയുവാണ്, വിശ്വാസമാണെന്ന് എനിക്ക് മനസ്സിലായി, ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആയിരിക്കും, രാത്രി ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും എന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കേട്ടിട്ട് രേഖ അങ്ങ് പോകുന്നവിടെ വരും പറയുന്നുണ്ടോ, എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞ് ഇങ്ങനെ കലി തുള്ളി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് പറയുക, പക്ഷേ ഇന്നൊരു രാത്രി കഴിയുമ്പോൾ തൊട്ട് രേഖ ഞാൻ പറയുന്ന എല്ലാം കേൾക്കുന്ന അവസ്ഥയിലോട്ട് ഞാൻ കൊണ്ടുവരും, അതുമാത്രമല്ല നിന്നെയും കൊണ്ട് ഞാൻ ഗീതുവിനോടും ഗോവിന്ദേട്ടനും പറയിപ്പിക്കുന്ന അവസ്ഥയിലോട്ടും ഞാൻ കാര്യങ്ങൾ എത്തിക്കും എന്ന് പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ രേഖേനെയാണ് കാണിക്കുന്നത്. രേഖ മനസ്സിൽ പറയുകയാണ്, വരുണേണ്ണ ഒട്ട് മാറാണ്ടാണ് എന്നെ സ്വന്തമാക്കാൻ നോക്കുന്നത്, ഞാനിനി എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഒരു സൈഡിൽ ഷവറിൻ്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്ന ഗോവിന്ദനെ കണ്ടിട്ട് ഗീതു പറയാം, ഇങ്ങനെ വാ എന്ന് പറയുമ്പോഴേക്കും ഗോവിന്ദൻ ഡ്രസ്സ് ഊരാൻ തുടങ്ങുവാണ്. പറയും, ഡ്രസ്സൊന്നും ഊരണ്ട, നിങ്ങൾ ഇങ്ങനെ വന്ന് വെള്ളത്തിനടിയിൽ നിൽക്കുമെന്ന് പറഞ്ഞ് ബ്രേക്കും ഗോവിന്ദ് പറയും, അതെന്താ വേണ്ടാത്തേ എന്ന് പറഞ്ഞ് ഗോവിന്ദനെ ഷവർ ഓണാക്കുകയാണ് കേട്ടോ. എന്നിട്ട് വാ നമുക്ക് രണ്ടുപേർക്കും നനയാമെന്ന് പറയുകയാണ്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, വീട് ഗോവിന്ദേട്ടാ വീടെന്ന് പറയുന്നുണ്ട്. അപ്പോഴൊന്നും ഗോവിന്ദ് വിടുന്നില്ലോ, ഗീതുവിനോട് പിടിച്ച് നനയിക്കുവാണ് കേട്ടോ. അപ്പോൾ ഗീതുവിന് ദേഷ്യം വരുന്നുണ്ട്. ഗീതു പറയും, നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്ന ബക്കറ്റിലെ വെള്ളം എടുത്ത് ഗോവിന്ദൻ്റെ തലയിലോട്ട് ഒഴിക്കാൻ വേണ്ടി ശ്രമിക്കുവാണ് കേട്ടോ. പക്ഷേ ഗോവിന്ദ് ആ വെള്ളം നേരെ പകുതി ഗീതുവിൻ്റെ തലയിലോട്ട് തിരിച്ചൊഴിക്കുവാണ്. ഇത് കണ്ട് ദേഷ്യം വന്ന് ഗീതു ഗോവിന്ദനെ നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നോക്കുമ്പോൾ കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഗീതുവിന് ചിരി വരുവാണ്. ഗോവിന്ദൻ്റെ സ്നേഹം
ഗോവിന്ദനുള്ള സ്നേഹം എല്ലായിടത്തും ഗീതുവിനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പം ഇതെല്ലാം എനിക്ക് എന്താ ചെയ്തു തന്നതെന്ന് നിനക്കറിയോ ഗീതു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഗീതു പറയുകയാണ്, എന്താ അറിയാൻ പാടില്ലാത്ത, എനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. നിങ്ങൾക്ക് ഈ ഭൂലോകത്ത് എന്നെ പോലെ വേറൊരു പെണ്ണെ കിട്ടത്തില്ല, അങ്ങനെ കിട്ടിയ ഭാഗ്യം, അതുകൊണ്ട് ഞാൻ ചെയ്തു വരുന്നു, അല്ലാതെ എന്താന്ന് പറയുമ്പോൾ ഗോവിന്ദ അതല്ല, ഞാൻ കാര്യം പറയട്ടെ എന്ന് പറയുമ്പോഴേക്കും ഗോവിന്ദനോട് പറയുന്നുണ്ട്, ഒന്നും പറയണ്ട, നിങ്ങളുടെ തലയും കാണിക്കുക തോർത്തട്ടെ എന്ന് പറയുവാനുണ്ടോ. അങ്ങനെ തല തോർത്തി കൊടുക്കാൻ നേരത്ത് ഗോവിന്ദ് പറയാം, നമുക്കൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവാം, ഞാൻ നിൻ്റെ തലയും തോർത്തി തരാമെന്ന് പറഞ്ഞ് തിരിച്ച് ഗീതുവിൻ്റെ തലയും തോർത്തുവാണ് കേട്ടോ. എന്നിട്ട് പറയാം, വാ തോഴി എന്ന് വിളിക്കുമ്പോഴേക്കും ഗീതു ചോദിക്കുന്നുണ്ട്, കോഴിയോ? അപ്പോഴേക്കും ഗോവിന്ദ് പറയും, കോഴിയല്ല തോഴി, വാ എന്ന് പറയുക. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഗോവിന്ദനോട് പറയുകയാണ്, എന്നാൽ ഡ്രസ്സ് എടുത്തരാൻ മാറ് എന്ന് പറയുമ്പോഴത്തേക്കും ഗോവിന്ദ് പറയണം, അതൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറയുമ്പോഴേക്കും ഗീതു പറയുന്നുണ്ട്, നിങ്ങൾ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമേജേ മാറും, അതെന്നെ കൊണ്ട് പറയിക്കരുത് എന്ന് പറഞ്ഞിട്ട് നേരെ ഗോവിന്ദ് കട്ടിലേ പോയി കിടക്കുവാണ് കേട്ടോ, ഡ്രസ്സൊന്നും മാറാതെ. ഇതാണ് നൊസ്റ്റാൾജിയ എന്നും പറഞ്ഞ്. അപ്പം ഗീതു ഇനി ഇത് ഇവിടുന്ന് എങ്ങനെ പൊക്കും എന്ന് ഓർത്തിരിക്കുമ്പോൾ ആണ് 2-3 തവണയായിട്ട് ഗോവിന്ദിൻ്റെ ഫോൺ അടിക്കുന്നു കേട്ടോ. ഇനി ഏതെങ്കിലും അത്യാവശ്യക്കാരാണോ എന്നോർത്ത് ഗീതു ഫോൺ എടുത്തിട്ട് ആരാന്ന് ചോദിക്കുമ്പോഴത്തേക്കും അനാർക്കലിയാണ് വിളിക്കുന്നത്. അനാർക്കലി തിരിച്ചു ചോദിക്കുന്നുണ്ട്, നീ ആരാ, ഗോവിന്ദ് മാധവ് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഗീതുവിന് ചെയ്ത് ദേഷ്യം വന്നിട്ട് പറയും, ഗോവിന്ദ് മാധവിൻ്റെ ഭാര്യ, എന്താ കാര്യം എന്ന് പറയാമെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും പറയുവാണ്, ഗോവിന്ദനോടും നിൻ്റെ അച്ഛൻ ഭദ്രനോടും നിൻ്റെ നിയമപ്രകാരമുള്ള അമ്മായിയമ്മയോടും ഞാൻ വിളിച്ചായിരുന്നു 9 മണിക്കെന്നൊന്ന് പറഞ്ഞേക്കെന്ന് പറയും. അപ്പോഴേക്കും ഗീത ചോദിക്കുകയാണ്, ഞാനോ, ഈ ഞാൻ എന്ന് പറഞ്ഞാൽ ആരാന്ന് ചോദിക്കുമ്പോഴത്തേക്കും തിരിച്ച് അനാർക്കലി പറയുകയാണ്, ഞാൻ ആരാന്നൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം, നിൻ്റെ ജാതകം സഹിതം നിൻ്റെ കുടുംബത്തിൻ്റെ ജാതകം സഹിതം എനിക്കറിയാമെന്നും പറഞ്ഞ് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് അനാർക്കലി ഫോൺ കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഗീതു ആകെ കൂടെ അസ്വസ്ഥയാവുകയാണ്. പിന്നെ കാണിക്കുന്ന ആ സമയത്ത് വരുൺ മുറിയിൽ മുല്ലപ്പൂവൊക്കെ വിരിച്ച് എല്ലാം ഒരുക്കി റെഡിയായിട്ട് നിൽക്കുവാണ് കേട്ടോ, റോസാപ്പൂവായിട്ട്. ആ സമയത്ത് രേഖ ഒരു ഗ്ലാസ് പാലുമായിട്ട് കയറി വരുവാണ്. അപ്പോൾ വരുൺ പറയുകയാണ്, നീ എൻ്റെ സ്നേഹം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഈ റോസാപ്പൂ ആദ്യം മേടിക്കുമെന്ന് പറയുമ്പം തിരിച്ച് നമ്മുടെ രേഖ പറയാം, എൻ്റെ സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് വരുണേണ്ണ ഈ ഗ്ലാസ് പാല് കുടിക്കണം എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ ലേഡീസ് ഫസ്റ്റ് എന്ന് പറഞ്ഞ് വരുൺ ആ പാല് മേടിക്കുകയാണ്, അതിങ്ങനെ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ വരുൺ ആ പാല് കുടിക്കുന്നത് കണ്ട് രേഖ പാലിലെന്തോ ചേർത്തിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇങ്ങനെ ചിരിച്ചുകൊണ്ട് രേഖ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.